ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ രാഹുലും കൂടി സെല്ലിൽ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സെല്ലിൽ തുരുമ്പ് പിടിക്കാൻ വേണ്ടി ഗംഗപ്രസാദ് എന്തോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സെല്ല് നോക്കിയിട്ട് പറയുന്നുണ്ട്, നോക്കിയാങ്കില് ഇപ്പൊ ഈ സെല്ല് പതുക്കെ പതുക്കെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയില്ല കമ്പികളൊക്കെ. അപ്പൊ ഇത് അടർത്തി മാറ്റിയിട്ട് ഞാൻ പുറത്ത് കടക്കും. അങ്കിളിന് ഈ ശരീരം വെച്ച് ഇതിന്റെ അകത്ത് കൂടെ പുറത്ത് കടക്കാമെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും സ്റ്റെഫി നമ്മുടെ ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റെഫി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ കിരൺ അവിടെ വന്ന് വിക്രത്തിനെ തല്ലിച്ചതച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണിയും കാർത്തികയും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ തല്ലിച്ചതച്ച് വിക്രത്തിനെ ഹോസ്പിറ്റലിലാക്കുകയാണ്. എന്തായാലും പ്രകാശനോട് നേരിട്ട് തന്നെ ചെന്ന് വിവരങ്ങൾ പറയുകയാണ്. പ്രകാശനോട് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ നിങ്ങളെ മകൻ പുറത്തിറങ്ങിയാൽ അച്ഛനും മകനും ചേർന്ന് പെൺമക്കൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ ആ സമയത്ത് രക്ഷപ്പെടുത്തിയതൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, ഒരിക്കലും അല്ല മക്കളെ, ഞാനിത് അറിഞ്ഞില്ല, ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മക്കളെ അറിയിക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും വിക്രത്തിന്റെ അരികിലേക്ക് പ്രകാശം വരുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.